ഇനി ഇതിനകത്ത് എന്താ പ്രതികരിക്കുക? അല്ല, അതിനകത്ത് വിവാദങ്ങളുണ്ട്. അപ്പൊ എല്ലാരും ടാർഗറ്റ് ചെയ്ത് അഖിലേട്ടനെ മാത്രം. അഖിലേട്ടൻ ഉണ്ടാകുന്ന ഫെയിം വെച്ചിട്ട് സിനിമയ്ക്കൊരു വിജയം ഉണ്ടാക്കാൻ വേണ്ടിയാണത്. അല്ല, രണ്ട് കാര്യമുണ്ട്. നമ്മളിപ്പോൾ സിനിമയിൽ അഭിനയിച്ചിട്ട്, ഇപ്പോൾ ഏതൊരു നടനായാലും ഒരു സിനിമയിൽ അപ്പോൾ അഭിനയിച്ചിട്ട് അയാൾക്ക് ആ സിനിമ മോശമാണെന്ന് തോന്നിയിട്ട് അയാൾ പ്രൊമോഷൻ ചെയ്യാതിരുന്നാൽ എന്താ സംഭവിക്കുക? നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പറയും. ഇപ്പോൾ നമ്മൾ അത്ര ഇഷ്യൂസ് കണ്ടിട്ടില്ലേ? ഏതോ ഒരു പടത്തിൽ അനശ്വര പ്രൊമോഷൻ പോയില്ല, മറ്റാരോ പ്രൊമോഷൻ പോയില്ല. ഇപ്പോൾ സപ്പോസ് ഞാൻ ഈ സിനിമ കണ്ടിട്ട് മുൻകൂറായിട്ട് പറയുകയാണ്, എന്താ ചേട്ടാ ഇത് മോശം പടമാണ്, ഇത് ഞാൻ പ്രൊമോട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ നാളെ നിങ്ങൾ ഉൾപ്പെടെ പറയും സിനിമ കണ്ടിട്ട് നിങ്ങളാണോ മോശമാണോ നല്ലതാണോ തീരുമാനിക്കേണ്ടതെന്ന് പറയും. അപ്പോൾ അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വം 100% ആ സിനിമ ജനത്തെ അറിയിക്കുക എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു 203-ാമത്തെ സിനിമയാണ്. നിങ്ങൾ വിക്കിപീഡിയ കയറിയിട്ട് അടിച്ചു നോക്കണം. മലയാള സിനിമയിൽ 203-ാമത്തെ സിനിമയായിട്ടാണ് മുള്ളൻകൊല്ലി എന്നൊരു സിനിമ റിലീസാവുന്നത്. അപ്പോൾ 203 സിനിമകളിൽ മലയാളികൾ എത്ര പടം കണ്ടിട്ടുണ്ട്, ഇതിൽ എത്ര പടം തിയേറ്ററിൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അവരോട് ആകെ പറഞ്ഞത്, ഞാൻ ഈ സിനിമയിൽ വന്നതിനൊരു കാരണമുണ്ടായിരുന്നു, നിങ്ങൾക്കത് കാരണം ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, അത് മാത്രം പറഞ്ഞാൽ മതി എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഈ സിനിമയിലെ നായകൻ ഞാനല്ല.